നമുക്ക് അലീനയുടെയും മനുഷ്യങ്കന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മനുശങ്കർ രേവതിക്കുട്ടിയെ വിളിക്കുകയാണ്. ഈ സമയത്ത് കോൾ എടുക്കുന്ന ഗ്രേസമ്മയാണ്. കാരണം രേവതിക്കുട്ടി എന്ന് പറഞ്ഞ് സേവ് ചെയ്തിട്ടിരുന്ന ഗ്രേസമ്മയുടെ ഫോൺ നമ്പറായിരുന്നു. അങ്ങനെ നല്ല രാത്രി സമയമല്ലേ. ഈ സമയത്ത് ഗ്രേസമ്മയും മാമച്ചനും നല്ല ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രേസമ്മ ഓർത്ത് ആരെ ഈ സമയത്ത് വിളിക്കണേന്നൊക്കെ ഓർത്തുണ്ട് കോൾ എടുത്ത് നോക്കി. മനുശങ്കർ ആണല്ലോ. ഈ സമയത്ത് കോൾ എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യൻ എന്ത് പറ്റി രേവതിക്കുട്ടി കോൾ എടുക്കാതെ. അങ്ങനെ ഒടുവിലെ ഗ്രേസമ്മ കോൾ എടുക്കുവാണ്. ഹലോ പറഞ്ഞു. രേവതിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് മനുശങ്കർ വിളിച്ചു. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു, ഞാൻ രേവതിക്കുട്ടി അല്ല, ഞാൻ ഗ്രേസമ്മ. ആൻറ്റി ആയിരുന്നോ? ഇതേ എൻ്റെ ഫോൺ നമ്പരാ. അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു, രേവതിക്കുട്ടി എന്ന് പറഞ്ഞ് സേവ് ചെയ്തിട്ടിരുന്ന ഈ നമ്പറാണ്. അതെ, ഇപ്പം അവൾക്ക് വേറെ ഫോൺ ഉണ്ടെന്ന് പറഞ്ഞു. അല്ല, എന്ത് പറ്റി മനു ഈ സമയത്ത് വിളിക്കാൻ? എന്തേലും അത്യാവശ്യമുണ്ടോ? അത്യാവശ്യമൊന്നുമില്ല. അല്ല, അവളെ വിളിക്കാൻ മറ്റോ ചെയ്യണോ? അവളപ്പുറത്ത് നല്ല ഉറക്കത്തിലായിരിക്കും. വേണ്ട ആൻറ്റി, വിളിക്കണമൊന്നും വേണ്ട എന്ന് പറയണം. അപ്പോഴേക്കും മാമച്ചൻ ചോദിച്ചു, കാര്യം എന്താന്ന് ചോദിക്കാൻ പറയണം. അപ്പോഴേക്കും ഗ്രേസമ്മ ചോദിച്ചു, അല്ല എന്താ മനു, പ്രത്യേകിച്ച് എന്തേലും പറയാനുണ്ടോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യങ്കർ പറഞ്ഞു, ഒന്നുമില്ല. അല്ല, അലീനയുടെ വിശേഷങ്ങളും വല്ലതും അറിയാമോ? അങ്ങനെയൊക്കെ ചോദിക്കണം. ആ സമയത്ത് മനുഷ്യങ്കർ പറഞ്ഞു, അതെ, അലീന ഇന്ന് അങ്ങോട്ടേക്ക് വരുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കടപ്പാട്ട് വീട്ടിലേക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങോട്ടേക്ക് വിളിച്ചത്. ഇനിയിപ്പോൾ അവിടെ എത്തിയോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ലേ മനുഷ്യങ്കറിന് പറയാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു, അവൾ ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ. അവളെ ഇങ്ങോട്ടേക്ക് ഞങ്ങൾ വിളിച്ചായിരുന്നു. പക്ഷെ അവൾ പറഞ്ഞു അവൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നിർബന്ധിക്കാനൊന്നും പോയില്ല. ശരി ആൻറ്റി. അല്ല, എന്തെങ്കിലും കാര്യങ്ങൾ അലീനയെക്കുറിച്ച് പറയാനുണ്ടോ? കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് ഇത്ര സമയമായില്ല ആൻറ്റി. നാളെ ആട്ടെ, നാളെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ശരി ആൻറ്റി, കിടന്നോളാൻ പറയണം. അങ്ങനെ മനുശങ്കർ കോള് കട്ട് ചെയ്തു. പിന്നീട് മനുശങ്കർ ബാലേന്ദ്രൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. മനുശങ്കറിന് ആകെപ്പാട് ടെൻഷനായി. അവിടെ ചെന്നിട്ടുമില്ല. പിന്നെ അലീന എങ്ങോട്ടേക്ക് പോയെന്ന് അറിയില്ലല്ലോ. പിന്നീട് മനുശങ്കർ ഓർത്തു, ഇതിപ്പോൾ എന്ത് ചെയ്യാനാ? ആരോട് ചോദിക്കാനാ? ആരോട് ചോദിച്ചാലാ അലീന എവിടെയാന്നുള്ളൊരു ഉത്തരം കിട്ടുന്നത്? ആകെപ്പാടെ ടെൻഷനായിപ്പോയി മനുവിന്. ഇതേ സമയം ബാലേന്ദ്രൻ്റെ അടുത്ത് കൃഷ്ണമോളി ചോദിച്ചു, അച്ഛാ എനിക്ക് ആ ഫോണും തരുമോയെന്ന് ചോദിക്കുക. എന്തിനാ? എനിക്കൊന്ന് വീട്ടിലേക്ക് വിളിക്കാനാ. വീട്ടിലേക്കോ? ആരെ വിളിക്കാൻ? അമ്മയെ വിളിക്കാനായിട്ട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല ഇപ്പൊ നീ ആരുടെ കൂടെ ഉള്ളേ? ആ അയലത്ത് വീട്ടിലുള്ള വേലായുധൻ ചേട്ടൻ്റെ കൂടെയാണ്. അല്ല, അച്ഛൻ്റെ കൂടെ. പിന്നെ നീ എന്തിനാ ഇപ്പൊ അങ്ങോട്ടേക്ക് വിളിക്കണേ? അതെ, തൽക്കാലത്തേക്ക് എൻ്റെ ഫോണിൽ നിന്ന് ഓണാകാൻ പോകുന്നില്ല. ഇനിയിപ്പം നാളെ ഓണാവണോ വേണ്ടോ എന്ന് ഞാനൊന്ന് തീരുമാനിക്കട്ടെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾക്ക് ഭയങ്കര വിഷമമായി. അല്ല, അത് പിന്നെ അച്ഛാ, ഒരച്ഛനും ഇല്ല, നീ പോയി കിടന്ന് മര്യാദയ്ക്ക് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് പിന്നെ ഒന്നും മിണ്ടിയില്ല. കട്ടിലേക്ക് അങ്ങോട്ട് പോയി കിടന്നു. ഈ സമയത്ത് അലീന എന്തു ചെയ്തു? കൃഷ്ണമോളെ എന്ന് നോക്കിയിട്ട് അവിടെ ഒരു സെറ്റി ഉണ്ടായിരുന്നു. സെറ്റിയിലേക്ക് ഷീറ്റൊക്കെ വിരിച്ച് അവിടെ കിടക്കാൻ തുടങ്ങണം. ബാലേന്ദ്രൻ ചോദിച്ചു, നീ ഇതെന്ത് ചെയ്യാൻ പോവാ? ഞാനിവിടെ കിടക്കാനായിട്ട്. അതെ, ആ കട്ടില് കിങ് സൈസാണ്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അവിടെ പോയി കിടക്ക്. അല്ല, അത് പിന്നെ ബാലേന്ദ്ര സാറും കൃഷ്ണമോളും കൂടെ അവിടെ കിടന്നാൽ മതി. എന്താ, നീ കിടന്നാൽ എന്താ, നിനക്ക് ഉറക്കം വരില്ലേന്ന് ചോദിച്ചു. അതെ, നീയും നിന്നെ ഞാൻ കാണുന്ന കൃഷ്ണമോളെ പോലെ അറിയാലോ. അവളും നീയും തമ്മിൽ എനിക്ക് വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അത് നീ മനസ്സിലാക്കണം. ഒരു പക്ഷേങ്കിൽ നീ എനിക്ക് പിറക്കേണ്ടിയിരുന്ന മോളായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അലീന പിന്നെ ഒന്നും മിണ്ടിയില്ല. കൃഷ്ണമോൾ ഇതൊക്കെ കേട്ടോണ്ട് കിടക്കുവാണ്. അങ്ങനെ അലീന ഒന്നും മിണ്ടാതെ കൃഷ്ണമോളുടെ ഒരു സൈഡിൽ വന്ന് കിടന്നു. കൃഷ്ണമോളുടെ അടുത്തായിട്ട് വന്ന് കിടക്കുവാണ്. ബാലേന്ദ്രൻ എന്ത് ചെയ്യണം? ആ കസേരയിലേക്ക് പോയിരുന്ന് ലാപ്ടോപ്പ് തുറന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക. അലീനയ്ക്ക് സങ്കടം ഭയങ്കരമായിട്ട് വന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. താൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. ഇതേ സമയം ഉറക്കമില്ലാത്ത ഒരാളും കൂടി ഉണ്ടായിരുന്നു, വൈജയന്തി. വൈജയന്തിക്ക് ഇരിക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല, കിടക്കാനും പറ്റില്ല. കാരണം ഉറക്കം വരണ്ടേ, എങ്ങനെ ഉറങ്ങാനാ? കൃഷ്ണമോളും ബാലേന്ദ്രനും അല്ലേ ഇറങ്ങിപ്പോയിരിക്കുന്നേ. അങ്ങനെ വൈജയന്തി കുറേ സമയം അവിടെ ഹാളിൽ കൂടെയൊക്കെ നടന്നു. ഒടുവിൽ സ്റ്റെയർ കേസ് കയറി ബാലേന്ദ്രൻ കിടന്ന മുറിയിലേക്ക് ചെന്നു. അവിടെയൊക്കെ നോക്കി. അതിനുശേഷം ടേബിളിലൊക്കെ നോക്കുകയാണ്. എന്തെങ്കിലും തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇനി ഒരു പക്ഷേങ്കിൽ എന്താ ബാലേന്ദ്രൻ ഇറങ്ങിപ്പോയത്? അലീനയും ബാലേന്ദ്രൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ നൂറ് സംശയങ്ങളാ വൈജയന്തിയുടെ മനസ്സിൽ. വൈജയന്തി എന്ത് ചെയ്യണം? കബോർഡും അലമാരിയൊക്കെ തുറന്ന് ഓരോ കാര്യങ്ങളിങ്ങനെ എല്ലാം നോക്കണേ. അപ്പോൾ ഒരു കീ അവിടെ സ്പെഷ്യലായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് കബോർഡ് തുറന്നിട്ട് അതിനകത്ത് നിന്നൊരു ഡയറി എടുത്തു. അതൊക്കെ തുറന്നു നോക്കി. പക്ഷെ ഒന്നും കണ്ടു കിട്ടിയില്ല. ഒടുവിൽ സഹി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് വൈജയന്തി അവിടെ ആ കട്ടിലെ തന്നെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിൽ. ഇതേ സമയത്ത് ബാലേന്ദ്രനും കിടന്നുറങ്ങുവാണ്. അങ്ങനെ ബാലേന്ദ്രനും കിടന്നുറങ്ങി. കുറേ സമയം രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പെട്ടെന്ന് ഞെട്ടി കണ്ണു തുറന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ അടുത്ത് കൃഷ്ണമോളില്ല. പെട്ടെന്ന് ബാലേന്ദ്രൻ നോക്കിക്കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് നോക്കി. കൃഷ്ണമോൾ അങ്ങനെ അവിടെ പോയി നിൽക്കുകയാണ്. ബാലേന്ദ്രൻ ചാടി എഴുന്നേറ്റ് കൃഷ്ണമോളുടെ അടുത്തേക്കുന്നു. ഇതെന്താ മോളെ, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? നീ എന്താ ഉറങ്ങാത്തെ?
എനിക്ക് ഉറക്കം വരുന്നില്ല അച്ഛാ. അതെന്താ? എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്താ മോളെ? എനിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട് അച്ഛാ. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കൊന്ന് പൊട്ടിക്കരയണം തോന്നുന്നുണ്ട്. വികാരനിർഭരമായ രംഗങ്ങളാണ് അച്ഛനും മോളും തമ്മിലുള്ള. കാരണം കണ്ടു നിൽക്കുന്നവർക്ക് പോലും സഹിക്കില്ല, അത്രയ്ക്ക് സങ്കടമാവും നമുക്ക്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, മോളെ നിനക്ക് ഇത്രമാത്രം വിഷമം എന്താ? അച്ഛൻ എനിക്കൊന്ന് പൊട്ടിക്കരയണം. ഇത് കേട്ടത് ബാലേന്ദ്രൻ കൃഷ്ണമോളെ അങ്ങ് ചേർത്ത് പിടിച്ചു. ആ സമയത്ത് കൃഷ്ണമോള് പൊട്ടിക്കരയാണ് ബാലേന്ദ്രൻ നെഞ്ചിലേക്ക് വീണ്ട്. ബാലേന്ദ്രന്റെ കണ്ണും നിറഞ്ഞൊഴുകി. ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ കൃഷ്ണമോളെയും കൊണ്ട് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ബാ നമുക്കൊന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടേ. അങ്ങനെ ആ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് കൊണ്ടേ. അവിടെ കുറച്ച് ചെയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നു. മോൾ ഇരിക്കാൻ പറയാണ്. ഇങ്ങനെ ഇരുന്നു. മോൾക്ക് എന്താ വിഷമം? ഈ അച്ഛനോട് പറ. എനിക്കറിയില്ല അച്ഛാ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ. അച്ഛനും അമ്മയും തമ്മിൽ എന്താ പ്രശ്നം? ഇപ്പൊ കുടുംബത്തിലൊരു സമാധാനമില്ല. എനിക്കിപ്പോൾ ജീവിക്കണമെന്ന് പോലും ആഗ്രഹമില്ല. എനിക്ക് മരിച്ചാൽ മതിയെന്നുള്ളൂ. അച്ഛാ നിങ്ങൾ തമ്മിൽ എന്താ ഇങ്ങനെ? നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നേരത്തെ എന്ത് സന്തോഷത്തെ കഴിഞ്ഞുകൊണ്ടിരുന്ന. ഇപ്പൊ അച്ഛനും അമ്മയും നേർക്ക് നേരെ നോക്കി അടിയാ. എനിക്ക് അതൊക്കെ ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. അച്ഛന് അസുഖം വന്ന് വീട്ടിലേക്ക് വന്നതിന് ശേഷം വേറെ മുറിയിലേക്ക് പോയി താമസം മാറി കിടന്നു. ഞങ്ങൾ ആരെയും കണ്ണെടുത്താൽ കാണത്തില്ല. അലീന ചേച്ചി മാത്രം കെയർ ചെയ്താൽ മതി. അമ്മേനെ അടുപ്പിക്കുന്ന പോലുമില്ല. അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞങ്ങൾ മക്കളല്ലേ. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഇപ്പൊ അച്ഛനാ തെറ്റുകാരനല്ലേ നിങ്ങളുടെ എല്ലാം കൺമുന്നില്. അച്ഛനാണ് എല്ലാ തെറ്റുകളും ചെയ്യുന്നത്. അങ്ങനെയല്ല അച്ഛാ, അച്ഛൻ തെറ്റുകാരനാന്നല്ല പറയണേ. അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം. അങ്ങനെയാ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ആ വീട്ടിൽ നിൽക്കാൻ പോലും എനിക്ക് തോന്നില്ല. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, മോളെ എനിക്കറിയാം നിന്റെ വിഷമം എന്താന്ന്. ഒരു കാര്യം ചെയ്യാം, അച്ഛൻ നിന്നോടൊരു കഥ പറയട്ടെ എന്ന് ചോദിച്ചു. കഥയോ? അതെ ശരി പറയച്ചാന്ന് പറയണം. അപ്പോഴേക്കും ബാലേന്ദ്രൻ കഥ പറയാനായിട്ട് തുടങ്ങി. പിന്നീട് ബാലേന്ദ്രൻ കഥ പറയാൻ തുടങ്ങി. ഒരിടത്തൊരു പയ്യനുണ്ടായിരുന്നു. അവനൊരു പെൺകുട്ടി ഇഷ്ടമായിരുന്നു. 10-12 വർഷക്കാലം അവൻ അവളുടെ പിന്നാലെ നടന്നു. ഒടുവിൽ അവളെ സ്വന്തമാക്കുകയും ചെയ്തു. പക്ഷെ അവൻ അറിയാതെ പോയൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ വർഷത്തിനിടയ്ക്ക് അവൾ മറ്റൊരാളെ പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. അവനുമായിട്ട് മനസ്സ് ശരീരവും കൈമാറി. അതിനകത്തൊരു കുഞ്ഞുണ്ടായി അവൾക്ക്. ഒടുവിൽ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ വീട്ടുകാരെന്ത് ചെയ്തു? അവളുടെ വീട്ടുകാർ ആ കുഞ്ഞിനെ കൊണ്ടേ ഓർബനേജിൽ കൊണ്ടേ തള്ളി. പക്ഷെ അവനൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. പക്ഷെ അവൻ അവളെ സ്വന്തമാക്കുകയും ചെയ്തു. ഒടുവിൽ അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു വരുമായിരുന്നു. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ മോളെ, ഈ പറയുന്ന ആ പെൺകുട്ടി അവനോട് ചെയ്ത ചതിയല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് കൃഷ്ണമോള് പറഞ്ഞു, അതെ ചതി അച്ഛാ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടുണ്ടോ? ഇല്ലാന്ന് പറയണം. അതെ പക്ഷെ അങ്ങനെ സംഭവിച്ചു. ആ പയ്യൻ ആരാന്നറിയാവോ? നിന്റെ മുന്നിലിരിക്കുന്ന നിന്റെ ഈ അച്ഛനാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കൃഷ്ണമോൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കൃഷ്ണമോള് ചാടി എഴുന്നേറ്റു. ഇല്ല അച്ഛാ ഇല്ല ഇല്ല ഞാനിത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് കൃഷ്ണമോൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, സത്യം അതാ മോളെ, അന്ന് അതാ ശരിക്കും സംഭവിച്ചത്. ഇല്ലച്ചാ ഇത് അച്ഛനാ വേറെ ആരോ തെറ്റിദ്ധരിപ്പിച്ചൊന്നും അല്ല മോളെ. അങ്ങനെ പെട്ടെന്നൊരു കാര്യം കേട്ടുണ്ടെങ്കിൽ അച്ഛൻ എടുത്തിയാടി പുറപ്പെടുവോ? ഒരിക്കലും ഇല്ല. ഈ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പം അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു. 1-2 ദിവസം ഞാൻ വീട്ടിൽ നിന്ന് മാറിയെന്നില്ലേ. അതെങ്ങോട്ടാ പോയെന്നറിയാവോ? നീലഗിരിക്ക് മോളുടെ ഗംഗാധരൻ അങ്കിളിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് ഗംഗേട്ടനോട് ഞാൻ കാര്യങ്ങൾ തിരക്കി. ഗംഗേട്ടനുള്ള സത്യാവസ്ഥ പറഞ്ഞു. വൈജയന്തി വിവാഹത്തിന് മുമ്പ് പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞുണ്ടായിരുന്നു. അതിനെ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഓർഫനേജിൽ കൊണ്ടേ തള്ളിയെന്നുള്ള കാര്യം. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നീ തന്നെ പറ. ഇത്രയും കാലം ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി, മാനസികാവസ്ഥയിൽ. ഈ കാര്യം ഞാൻ അറിഞ്ഞെന്ന് നിന്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ എന്നോടൊപ്പം ഉണ്ടാകത്തില്ല. അവൾ ഒന്നെങ്കിൽ ഡിവോഴ്സ് ആവും, അല്ലെങ്കിൽ അവൾ സൂയിസൈഡ് ചെയ്യും. പിന്നെ ഈ കാര്യം അറിഞ്ഞ ശേഷം എനിക്ക് അവളോടൊപ്പം സ്വസ്ഥതയുടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ നിൽക്കുക. വല്ലാത്തൊരു മാനസിക വിഷമത്തിലാണ് ഞാൻ. എനിക്കാണെങ്കിൽ ചില സമയത്ത് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ നിയന്ത്രണം വിട്ടുപോവാം. അപ്പോഴേക്കും കൃഷ്ണമോള് വന്നിട്ട് ബാലേന്ദ്രനെ കെട്ടിപ്പിടിച്ചു. സാരമില്ല അച്ഛാ, വിഷമിക്കേണ്ടെന്നൊക്കെ പറയണം. പിന്നീട് ബാലേന്ദ്രനോട് പറഞ്ഞു, ഇപ്പോഴത്തെ നമ്മുടെ ഇവിടുത്തെ പ്രശ്നം ഇതൊന്നും അല്ലല്ലോ അച്ഛാ. അലീന ചേച്ചി അല്ലേ? അലീന ചേച്ചി പറഞ്ഞു വിടുവോ മറ്റോ ചെയ്യുവാണെങ്കിൽ പ്രശ്നം തീരുമല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോഴേക്കും ബാലേന്ദ്രൻ അവളെ പതുക്കെ അങ്ങോട്ട് അടർത്തി മാറ്റി. എന്നിട്ട് ചോദിച്ചു, എങ്ങോട്ട് പറഞ്ഞു വിടണം? ഓർഫനേജിലേക്കോ അതോ വേറെ എവിടേക്കോ? അവൾ ആരാന്ന് നീ വിചാരിച്ചോണ്ടിരിക്കുന്നേ? അല്ല അലീന ചേച്ചി ഓർഫനേജിൽ നിന്ന് വന്നല്ലേ? ഓർഫനേജിൽ നിന്ന് വന്നാണ് പോലും. കുറേ വർഷങ്ങൾക്ക് മുമ്പുണ്ടല്ലോ നിന്റെ അമ്മ അവളെ പ്രസവിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു ഓർഫനേജിൽ. എന്താച്ചാ പറഞ്ഞ? പെട്ടെന്ന് കൊച്ചിനങ്ങോട്ട് മനസ്സിലായില്ല.
അപ്പോഴേക്കും പറഞ്ഞു, മനസ്സിലായല്ലേ, നിന്റെ ചേച്ചിയാ നിന്റെ അമ്മ പ്രസവിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞ അവള് വളർന്നു വലുതായി ഇപ്പോഴും ഈ നിലയിൽ വീട്ടിൽ വന്ന് നിൽക്കുന്നു. നിനക്ക് മനസ്സിലായില്ലേ, നിന്റെ സ്വന്തം ചോര തന്നെ അവള്. ഒരു നിമിഷം വിശ്വസിക്കാൻ പോലും പറ്റിയില്ല കൃഷ്ണമോൾക്ക്. കൃഷ്ണമോളുടെ മനസ്സിലേക്ക് അലീനയുടെ രൂപം ഇങ്ങനെ കടന്നു വരിക. അലീന ചേച്ചി ആദ്യമായിട്ട് കണ്ടതും പറ്റുമൊക്കെ. പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഞാൻ ജീവിക്കണോ മരിക്കണോന്നാ. കാരണം എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. മരണത്തെ മുഖാമുഖം കണ്ട് ഞാൻ ചിലപ്പോൾ സമയത്ത് നിൽക്കുന്നേ എല്ലാം കൈവിട്ടു പോകുന്ന പോലെ തോന്നും. ഇനി പറ, ഞാൻ എന്ത് ചെയ്യണം? ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ നെഞ്ചു പൊട്ടുന്ന വേദന എനിക്ക് തോന്നുന്നുണ്ട്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോള് തകർന്നു പോയി. കൃഷ്ണമോള് ബാലേന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയാം. വല്ലാത്തൊരു പ്രതിസന്ധിയിലായിപ്പോയി രണ്ടുപേരും. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഇന്നത്തെ വിശേഷം കണ്ട കണ്ണു നിറയാത്ത ആരുടെയും കണ്ണു നിറഞ്ഞു പോകും. അത്ര വികാരനിർഭരമായ രംഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനിയിപ്പം കൃഷ്ണമോളും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും എങ്ങനെയാണെന്ന് അറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.